തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ബി.ജെ.പിയിൽ ചേരുമെന്ന് പോസ്റ്റർ പ്രചാരണം. നാളെ നടക്കുന്ന പരിപാടിയിൽ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ പങ്കെടുക്കും. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളുമായി ബി.ജെ.പി നേതൃത്വം ചർച്ച നടത്തിയെന്നാണ് സൂചന. അജീഷ് ജയകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, വീണ്ടും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകുമോ? ഈ പോസ്റ്റർ തന്നെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയല്ലേ? ഗൂഗിൾ എന്തായാലും പത്മജയുടെ ബി.ജെ.പി പ്രവേശനത്തോടെ കടുത്ത സമ്മർദ്ദത്തിലായ കോൺഗ്രസിന് വീണ്ടും കനത്ത തിരിച്ചടി നൽകുകയാണ് ബി.ജെ.പിയുടെ ഇങ്ങനത്തെ ഒരു പ്രചരണ പോസ്റ്റർ. ഇന്ന് രാത്രിയോടെയാണ് ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട ഹാൻഡിലുകളിലെല്ലാം ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ പ്രചരിക്കുന്നത്. ഇത് വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. നാളെ രാവിലെ 11 മണിക്ക് NDA തിരുവനന്തപുരം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാര്യാലയത്തിൽ, തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള ഈ കാര്യാലയത്തിൽ തിരുവനന്തപുരത്തെ തന്നെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും രാജിവെച്ച് ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിക്കുന്നു എന്നാണ് ഈ പോസ്റ്ററിൽ പറയുന്നത്. നമ്മൾ ബി.ജെ.പി നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കിയത്, ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുമായി ബി.ജെ.പി നേതാക്കൾ പലവട്ടം ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ഇതിൽ ഏത് നേതാവാണ്, പ്രമുഖ നേതാവാണ് പോകുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല. അത് നാളെ രാവിലെ ചേരുമ്പോൾ അറിയാം എന്നൊരു സസ്പെൻസ് ആണ് ബി.ജെ.പി സംസ്ഥാന നേതൃത്വം നിലനിർത്തുന്നത്. എന്തായാലും കോൺഗ്രസിന് വീണ്ടും കനത്ത തിരിച്ചടി തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ ഇങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളും അണികളുമടക്കം ഒഴിഞ്ഞു പോകുന്നത്. ശരി അജീഷ്, ഏതായാലും നാളെ കൂട്ടത്തോടെ കോൺഗ്രസ് നേതാക്കൾ തിരുവനന്തപുരത്ത് ബി.ജെ.പിയിൽ ചേരുമെന്നതാണ് അവരുടെ പ്രചാരണം. കോൺഗ്രസിന് നെഞ്ചിടിപ്പ് കൂട്ടുന്നതാണ് ബി.ജെ.പി തുടരുന്ന സസ്പെൻസ്. ഏതൊക്കെ നേതാക്കൾ എന്ന കാര്യത്തിൽ സസ്പെൻസ് വെച്ച് പുലർത്തുകയുമാണ് ബി.ജെ.പി.